ഫോർ ഇങ്ങനെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഫിഫ്ത് ഗിയറിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. തിരിച്ചേട്ടാ ഒരു പാട്ട് പാടിത്തരോ? കാരണം ഇതിനു മുമ്പ് ആ ഒരു സോങ്ങിന്റെ ആംബിയൻസ് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞ അപ്പ പോയി പാടും. ഞങ്ങൾ പറഞ്ഞു കാശ് നോക്കാണ്ട് പാടണല്ലോ ഞാൻ. അപ്പൊ നിങ്ങൾ ബിനേഷൊക്കെ ഒരു ടീം. എല്ലാവരും കൂടി നിരന്ന് നിൽക്കണം. ഇങ്ങനെ നിരന്ന് നിന്നിട്ട് പെയറായിട്ട് നിൽക്കണം. ഓരോരുത്തരും ഇഷ്ടമുള്ള പെയറിനെ തെരഞ്ഞെടുത്തിട്ട് അവരെ ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. ഇതൊരു ഹിപ്പ് ഹോപ്പ് സോങ് കണ്ടാ, ഒരു 80കളിലെ പാട്ടാണ്. ഒരു ഓസ്ട്രേലിയൻ ബാൻഡിന്റെ ആണ്. പക്ഷെ നല്ല എനർജി ഉള്ള പാട്ടാ. ഈ കോവളത്ത് ഈ പൂക്കച്ചവടം കളത്തുന്ന പയ്യന് വിദേശത്ത് നിന്നുള്ള മതാമർ കേട്ടാറുണ്ട്. എന്നിട്ട് കോവള കോമഡി കൊള്ളാം. ശരി, അപ്പൊ ചേട്ടൻ നമുക്ക് വേണ്ടി അടിപൊളി പാട്ട് പാടും. അതല്ലടാ വില്ലേജ് ഓഫീസിൽ വെള്ള പേപ്പറും കാർബൺ പേപ്പറും കൗണ്ടറുകൾ ചീറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പേ ടിഞ്ചേട്ടാ അതിനു മുമ്പേ പാട്. You better run, you better take cover. Find Brethren man in Brazil. He was 6'4" and full of muscles. I said, do you speak my language? You just smile and give me a veggie sandwich. Are you come from the land down under, where beer flows and men slander? Can't you hear the thunder? You better run, you better take cover. Happy birthday again, belated happy birthday. With us like Joe and not much to say. Are you trying to tempt me? Because you come from the land of plenty. Are you come from the land down under, where women blow and men plunder? Can't you hear the thunder? You better run, you better take cover. Living in the land down under, where women glow and men plunder. Can you hear the thunder? You better run, you better take the foot. Living in the land down under, you better run, you better take cover. Living in the land down under, you better run, you better take cover. Living in the land down under, where women glow and men plunder. Can you hear the thunder? You better run, you better take the booty. Yeah. കൃത്രിമ ശ്വാസം കൊടുക്ക്. പെണ്ണുങ്ങളൊക്കെ ചെന്ന് കൃത്രിമ ശ്വാസം കൊടുക്കും. അതിന്റെ തന്നെ എഴുന്നേക്കാം. മുത്തേ സത്തേ എല്ലാരും എന്നിട്ട് ഓടണ്ടാണല്ലോ.
പാട് 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 ഇന്നലെ യുദ്ധ കേസായി. അസീസേ ഇവിടെ അസീസ് അർത്ഥം പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇതിലും വലിയ കഴിവ് ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കൊടുക്ക്. അർത്ഥമല്ല സംഭവം അണ്ണൻ നിർത്തുന്നുണ്ടിരുന്നത് ആദ്യം ഇത് ഏത് ഭാഷയാണെന്ന് പറയാം. ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷെ അവര് വേറെ സ്റ്റൈലിലാണ് പാടുന്നത്. ടിനിച്ചേട്ട ഏത് ഭാഷയിലാണ് പാടിയത്? ഇംഗ്ലീഷിലാണ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അടിപൊളി. നമ്മളെപ്പോഴും അടിപൊളിയല്ലേ? നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ഇല്ല? അടിപൊളി. നമുക്ക് നല്ല വൈബായിരുന്നു. ഭയങ്കര vibe ആയിരുന്നു. ഷിയാസിന് എന്ത് കേട്ടാലും അടിപൊളിയാന്നുള്ളത് അതാണ് മനസ്സെന്ന് പറഞ്ഞത്. ഒന്നും പറയില്ല. അല്ല ഐശ്വര്യ എന്തോ പറഞ്ഞത് ഐശ്വര്യന് ഒരു- എവിടെ പോയപ്പോ ഫീൽ കിട്ടിന്ന്? എവിടെ പോയപ്പോ? പബ്ബില് പോയ ഫീൽ കിട്ടി. ഇവനെ മദ്യം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പബ്ബിൽ പോയിന്ന്. ആ പബ്ബല്ലയാ അതല്ല പെട്രോൾ പമ്പ്. പെട്രോൾ അടിക്കുന്ന പമ്പ്. രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ കാറിൽ പോകും ലേറ്റ് ആക്കി. പെട്രോൾ പമ്പ് അടിക്കുമ്പോ അതിന്റെ മുതലാളി Thank you so much, ടിനിച്ചേട്ടാ. Thanks. ഭയങ്കര പോസിറ്റീവ് vibe ആയിരുന്നു. അടിപൊളി. അല്ല ഞാനവിടെ കുറെ നേരം ഇരിക്കണത്. അപ്പൊ നമുക്ക് അധ്വാനിക്കണം, എന്തെങ്കിലുമൊക്കെ കോമഡി ചിരിക്കുക, എന്തെങ്കിലുമൊക്കെ എന്തിനാ എന്റെ ഇടപെടുക. ബലൂൺ എടുക്കട്ടെ? ഞാൻ ആവശ്യപ്പെട്ട് അനൂപിന്റെ അടുത്ത് ആവശ്യപ്പെട്ട് പാടിയതാ. അത്ര പെട്ടെന്ന് പാടാൻ പറ്റുന്ന പാട്ടല്ല. അല്ല ഒരിക്കലും അത്ര വേറെ ദിവസം പറഞ്ഞ കഴിഞ്ഞ ഷെഡ്യൂളിൽ വന്ന പേയ്മെന്റ് ഇന്ന് വീഴുന്നതാണ്. ഈ പാട്ട് കഴിഞ്ഞപ്പോ പിൻവലിച്ചു. അത് അക്കൗണ്ടിൽ നിന്ന് തന്നെ തിരിച്ചു കയറി അറിയാതെ കയറിപ്പോയി. അത് പൈസ തന്നെ തന്നെ കയറി. നമ്മൾ മലയാളം പാടാൻ വേണ്ടി വിഷമിക്കണ്. അയ്യോ ഇംഗ്ലീഷാണ് പാടുന്നത്. ഒരു ഒന്നൊന്നര പൊളി. കയ്യിലെന്താ ഇട്ടേക്കണത്? ഉദ്ഘാടനത്തിന് പോയി ഒന്നതിന്റെ ഗുണം കണ്ട. പാടിക്കൊണ്ടിരുന്നപ്പോഴേ അളിയ മൊബൈലിൽ എന്തോ തപ്പണ്. ഞാൻ അപ്പോഴും വെച്ച് ഇഡലിയാണോ അതേന്ന്. ഇഡലിന്റെ പാട്ട് പോണ്ട. ഈ ഗ്യാപ്പില് ഇദ്ദേഹം നിർത്തണ ഗ്യാപ്പില് അടുത്ത ശ്വാസം എടുക്കണ ഗ്യാപ്പിൽ കൂടെ കേറാൻ വേണ്ടി. അടിപൊളി. നല്ല പേരായിരുന്നു. നിങ്ങൾ എന്തായാലും എന്നെ നോക്കിയില്ല. അല്ല സുധി ഇവിടെ നോക്കി ഇങ്ങനെ നോക്കിട്ട് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. പാവപ്പെട്ട വീട്ടിലെ സുന്ദരി വീട്ടിലെ പയ്യന് പോലീസ് കോൺസ്റ്റബിൾ ആണ് ജോലി കിട്ടിയതിന്റെ പേരിൽ മാത്രം. ഞാൻ ആ ചിരിച്ചെന്താണെന്നറിയോ? കാർബൺ പേപ്പറിന്റെ ഒരു കൗണ്ടർ അടിച്ച് പിന്നീടാണ് ഞാൻ അത് ആലോചിച്ചത്. എടാ ഞാൻ എന്തെങ്കിലും വില്ലേജ് ഓഫീസിൽ കാർബൺ പേപ്പർ എന്നല്ല. അല്ല ഈ പറയണത് ലണ്ടൻ സാഹിബിന്റെ മോനായതുകൊണ്ട് കറക്റ്റായിട്ട് അതെനിക്ക് ഫീൽ ചെയ്തു. ഇതിനു വേണ്ടി കാത്തിരിക്കണേ. അങ്ങനെ വേണം. സാധനം വന്നു. അങ്ങനെ നീ കേറി വേടാ. ലണ്ടൻ സാഹിബ്. എന്നാലും ഇത് ഭയങ്കര കേറക്കമായി പോയി. നല്ലതിന് നമ്മൾ നല്ലതെന്ന് പറഞ്ഞു. ശരിയായി. എന്താ നല്ലതാ? സുഖമല്ലേ? അല്ല ഇതാണ് ഇതിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല പറയുന്നതിന്. ആര് പറഞ്ഞ പ്രശ്നം? ഞാൻ റോഡിലേക്ക് ഇറങ്ങട്ടെ. അല്ല ഞാനേ ഞാൻ അമിച്ചുണ്ടോ? അതെ, ഞാൻ എന്നാ പറയണേ? ഭാര്യപ്പെട്ട പാട്ടൊക്കെ പാടുമ്പോൾ ഡാൻസ് കളിക്കാത്തന്നെ ഒരു ഭയങ്കര വൈബ്. ഏത് സാധനം കലാകാരന്മാരെ അംഗീകരിക്കണം. ഞാനും ഒരു പാട്ടുകാരനായതുകൊണ്ട് അത് പൊളിച്ച് എന്ത് സഹിക്കും. എടാ എന്റെ ടീം ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ടിനിച്ചേട്ടാ. താങ്ക്സ് അല്ലോ. താങ്ക് യു.